ഫസ്റ്റ് പോയിന്റ് നിഷയും വേണിയും മാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഒരു പ്രസൻറ്റ് സിറ്റുവേഷനുമാണ്. അത് മാത്രമല്ല അവരിപ്പം മാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതിൻ്റെ സ്ട്രക്ചർ ഇവിടെ എഴുതിയിട്ട് ഞാൻ ഇത് എങ്ങനെ എഴുതാൻ നോക്കാം മലയാളത്തിലേക്ക്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പം എങ്ങനെ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ ഇവിടെ എഴുതാൻ പോണത്. സബ്ജക്റ്റ് നിങ്ങൾക്ക് കാണാൻ വിചാരിക്കണോ? സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് തുടങ്ങാം. എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. അപ്പം നിഷയും വേണിയും മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നിഷ ആൻഡ് വേണി. നിഷ ആൻഡ് വേണി. അപ്പോൾ ഇനി ഞാൻ എന്താ എഴുതാൻ പോണേ? ഞാനിവിടെ ഓപ്ഷനിൽ എഴുതാം. ഈസ് എഴുതാം, ആർ എഴുതാം, ആം എഴുതാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഏതാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്ത് എഴുതാൻ പോണേ നമുക്ക് നോക്കാം. അപ്പം ഇത് നിങ്ങൾക്ക് കാണാൻ കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങളിവിടെ എന്താ? നിഷ ആൻഡ് വേണി. നമുക്ക് എന്ത് എഴുതാം നെക്സ്റ്റ്? ഈസ് വേണോ, ആർ വേണോ, ആം വേണോ? അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഗെസ് ചെയ്യുക. ഇതൊരു ഈസിയാണ്. ഇത് ഇത്രയും ഡീപ്പായിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് ഞാൻ ഈ ക്ലാസ്സിൽ കൂടി ഞാൻ അറിയുന്നവർക്ക് വേണ്ടി മാത്രമല്ല, അറിയാത്തവർക്ക് വേണ്ടിയിട്ടും കൂടെയാണ് പറയണത്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഇത്ര ഡീപ്പായിട്ട് പറയണത് കേട്ടോ. അപ്പം നിഷ ആൻഡ് വേണി. ഇപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ ഇവിടെ 2 പേരുണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇത് സിംഗുലാർ സബ്ജക്റ്റ് അല്ലെന്ന് നമുക്ക് മനസ്സിലായി. സിംഗുലാർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരാൾ വരുമ്പോഴാണ് സിംഗുലാർ സബ്ജക്റ്റ്. അപ്പം ഇത് 2 പേരുണ്ടാണ്ട് ഇത് പ്ലൂറലാണ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഇവിടെ ഈസ് ആഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായല്ലോ? ഈസ് ആഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം ഈസ് ആഡ് ചെയ്യണമെങ്കിൽ ഹീ, ഷീ, ഇറ്റൊക്കെ വന്ന് നമുക്കിവിടെ ഈസ് ആഡ് ചെയ്യാമായിരുന്നു. അപ്പം ഇവിടെ പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം പ്ലൂറൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ആഡ് ചെയ്യാം? പിന്നെ ആം. ഈ ആം നമ്മൾ യൂസ് ചെയ്യണം എപ്പോഴാണ്? നമ്മൾ ഐയുടെ കൂടെ അല്ലേ ആം യൂസ് ചെയ്യണം. അപ്പോൾ ഇതും പറ്റില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റുക? ആർ. ഇപ്പോൾ 2 പേരുണ്ടായിട്ട് നമ്മളിവിടെ ആറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ നിഷ ആൻഡ് വേണി ആർ എന്താണ്? മാളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. നിഷ ആൻഡ് വേണി ആർ. പോവുക എന്ന് വെച്ചാൽ ഗോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ സ്ട്രക്ചർ എഴുതി എന്തിനാ? അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് നമുക്ക് മനസ്സിലായി. സബ്ജക്റ്റ് നിഷ ആൻഡ് വേണിയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഈ സ്ട്രക്ചർ എഴുതി ഞാൻ സ്ട്രക്ചർ നോക്കിയിട്ട് എഴുതാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് എഴുതിയത്. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ എഴുതി. പിന്നെ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ ഉണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി ഈസ് എഴുതി കഴിഞ്ഞു. ഈസ് അല്ല ആർ എഴുതി കഴിഞ്ഞു. ഞാനിത് കട്ട് ചെയ്യാം. ഈസും കട്ട് ചെയ്യാം, ആമും കട്ട് ചെയ്തു. അപ്പം ആറ് നമ്മളിവിടെ എഴുതി. പ്ലസ് വെർബ്. ഇപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗോയാണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ ഗോയുടെ കൂടെ നമുക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോവുക എന്ന് വെച്ചാൽ ഗോ ആണല്ലോ. അപ്പോൾ ഗോ എഴുതി. അപ്പോൾ ഗോയുടെ കൂടെ നമുക്ക് ING യൂസ് ചെയ്യണമെന്ന് ചെയ്തിട്ടുണ്ട്. വെർബ് പ്ലസ് ING. അപ്പം നമുക്ക് ഗോയുടെ കൂടെ ING യൂസ് ചെയ്യും. ഗോയാണ് വെർബ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പം ജസ്റ്റ് ഗോയുടെ താഴെ വെർബ് എന്ന് ഞാൻ എഴുതുന്നുണ്ട്. അപ്പം ഗോയുടെ കൂടെ ING യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതിയത്? അപ്പോൾ നിഷ ആൻഡ് എഴുതിയിട്ടില്ല, ഫുൾ കംപ്ലീറ്റ് ആയിട്ടില്ല. നിഷ ആൻഡ് വേണി ആർ ഗോയിങ് ടു. എവിടെയാണ് അവർ പോകുന്നത്? മാളിലേക്ക്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? നിഷ ആൻഡ് വേണി ആർ ഗോയിങ് ടു ഇവിടെ എഴുതാം ഗോയിങ് ടു ദ മാൾ. അപ്പോൾ ഇതാണ് ഒരു ചെറിയ സെൻറ്റൻസ് ആണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എങ്ങനെ എഴുതാൻ നമ്മളിവിടെ പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ്, അവർ മാളിൽ എത്തി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ദേ. എത്തുക, റീച്ച്. അപ്പം എത്തി എന്നായതുകൊണ്ട് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. ഓൾറെഡി എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് റീച്ചിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം അവർ മാളിൽ എത്തി. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ മാളിൽ എത്തി. ദേ. അപ്പോൾ എത്തുക എന്ന് വെച്ചാൽ എന്താ? റീച്ച്. അപ്പം ഇവിടെ എത്തി എന്നായതുകൊണ്ട് ഞാൻ റീച്ചിനെ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കാൻ പോവാണ്. റീച്ച്ഡ്. ദേ റീച്ച്. എവിടെ എത്തിയത്? മാളിൽ. ദേ റീച്ച് ദ മാൾ. അപ്പം അവർ മാളിൽ എത്തി. ദേ റീച്ച് ദ മാൾ. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചേഞ്ചാണ്? നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ ആകെ ഒറ്റ ചേഞ്ച് വരുത്തിയിട്ട് നമ്മൾ റീച്ച് എന്നുള്ള പ്രസൻറ്റ് ഫോമായ റീച്ചിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ഒരു പാസ്റ്റ് ഫോമിലോട്ടാക്കി. ദേ റീച്ച് ദ മാൾ.
അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവർ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവർ ഡേ, ആദ്യം ഫസ്റ്റ്, ഭക്ഷണം ഫുഡ്, കഴിക്കുക ഈറ്റ്, പോയി. ഇപ്പോൾ പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഇവിടെ പോയി എന്നായിട്ട് നമുക്ക് ഗോയെ പാസ്റ്റ് ഫോമിൽ ആക്കി എഴുതാം. അപ്പം ഈ സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴും നമുക്ക് മനസ്സിലായി ഒരു കഴിഞ്ഞു പോയൊരു കാര്യമാണ്. ഓൾറെഡി അവർ പോയി കഴിഞ്ഞു. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവർ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയി. ദേ എന്ന് വെച്ചാൽ അവർ. ദേ ആദ്യം എന്നുള്ളത് ഞാനിവിടെ ഫസ്റ്റ് എന്ന് എഴുതി. ദേ ഫസ്റ്റ്. പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം അത് നമുക്കിവിടെ ജസ്റ്റ് ഓപ്ഷനിൽ എങ്ങനെ നമുക്ക് നോക്കാം. ഗോയുടെ എത്ര ഫോംസ് ഉണ്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് നേരത്തെ ക്ലാസ്സിൽ. പക്ഷേ നമുക്ക് ഓരോ സെൻറ്റൻസ് എഴുതുമ്പം ഇത് എഴുതി കഴിയുമ്പോൾ അത്രയും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ ഗോയാണ്. അപ്പോൾ ഗോയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ഇനി നമുക്ക് 2 ഫോംസ് എഴുതാനുള്ളൂ. ഓൾറെഡി ഫസ്റ്റ് ഫോം ഗോയാണ്. സെക്കൻഡ് ഫോം അപ്പോൾ എന്താ? സെക്കൻഡ് ഫോം വെൻറ്റ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഇതാണ് ഗോയുടെ 3 ഫോംസ്. ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മൾ മറക്കുകയും ചെയ്യേണ്ട, എപ്പോഴും ഓർത്തിരിക്കും ഗോയുടെ 3 ഫോംസ് ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം നമ്മളിവിടെ എന്താണ് എഴുതാൻ പോണേ? ദേ ഫസ്റ്റ്. ഗോ എന്ന് വെച്ചാൽ പോവുകയാണ്. അപ്പം നമുക്ക് ഗോ എഴുതാൻ പറ്റില്ല. ഇതൊരു പ്രസൻറ്റ് സിറ്റുവേഷനിലെ കാര്യമാണ് ഗോ. അപ്പോൾ ഗോ എഴുതാൻ പറ്റില്ല, ഞാൻ കട്ട് ചെയ്തു. അപ്പം നമുക്കിനി എന്താ നമ്മൾ ഉള്ളത്? വെൻറ്റും ഉണ്ട്, ഗോണും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ എഴുതാൻ പോണത് സെക്കൻഡ് ഫോമായി. ഗോയുടെ സെക്കൻഡ് ഫോം വെൻറ്റ് ആണെന്ന് ഞാനിവിടെ എഴുതാൻ പോണത്. അപ്പം വെൻറ്റ് ടിക്ക് ചെയ്യാം, ഗോണും കട്ട് ചെയ്തു. അപ്പം ദേ ഫസ്റ്റ് വെൻറ്റ്. എവിടെ പോയത്? ഭക്ഷണം കഴിക്കാൻ പോയി. ദേ ഫസ്റ്റ് വെൻറ്റ് ടു ഹാവ് സം ഫുഡ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? ദേ ഫസ്റ്റ് വെൻറ്റ് ടു ഹാവ് സം ഫുഡ്. അവർ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയി. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെ എഴുതിയേ? അവർ ആദ്യം ഭക്ഷണം കഴിക്കാൻ പോയി. ദേ ഫസ്റ്റ് വെൻറ്റ് ടു ഹാവ് സം ഫുഡ്. അപ്പം ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പല രീതികളിൽ എഴുതാം. പക്ഷേ ഇതാണ് എനിക്ക് ഇച്ചിരി കൂടെ സിമ്പിളായിട്ട് തോന്നിയൊരു സെൻറ്റൻസാണ് ഞാനിവിടെ എഴുതി. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് തന്നെ നമുക്ക് പല രീതികളിൽ എഴുതാം. പക്ഷേ ഞാൻ അതൊക്കെ പറഞ്ഞ് ഇവിടെ കൺഫ്യൂസ് ആക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എഴുതുമ്പോൾ ആ ഒരു സെൻറ്റൻസ് അപ്പോൾ പറയാം. ഇതിൻ്റെ കൂടെ ഞാൻ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റിന് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഭക്ഷണം കഴിച്ച ശേഷം അവർ ഡ്രസ്സുകൾ വാങ്ങാൻ പോവുകയാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഭക്ഷണം എന്ന് വെച്ചാൽ ഫുഡ്, കഴിക്കുക ഈറ്റ്. അപ്പം ശേഷം എന്നുള്ളത് നമുക്ക് ആഫ്റ്റർ എന്ന് പറയാം. അപ്പം ഭക്ഷണം കഴിച്ച ശേഷം, ആഫ്റ്റർ ഹാവിങ് ഫുഡ് എന്ന് നമുക്ക് പറയാം. അവർ ദേ, വാങ്ങുക ബൈ, പോവുക ഗോ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലെല്ലാം ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഭക്ഷണം കഴിച്ച ശേഷം അവർ ഡ്രസ്സുകൾ വാങ്ങാൻ പോവുകയാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് എന്ത് മനസ്സിലായി? ഇതൊരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ആഫ്റ്റർ ഹാവിങ്, അപ്പം ഇത് എ ആണ്. ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഭക്ഷണം കഴിച്ച ശേഷം. അവർ ദേ, അപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് പഠിച്ചായിരുന്നു ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പോൾ ഇപ്പം ഇവിടെ നമുക്ക് എഴുതിയിട്ട് നമുക്ക് പറയാം. അപ്പം ആഫ്റ്റർ ഹാവിങ് ഫുഡ് ദേ ആർ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ആർ ഞാൻ യൂസ് ചെയ്തു? ദേ എന്ന് വെച്ചാൽ എന്താ? അവർ. ഇപ്പം 2 പേരുണ്ട്. ഒന്നിൽ കൂടുതൽ ഉണ്ടായോണ്ടാണ് നമുക്കിവിടെ ആർ യൂസ് ചെയ്തത്. കാര്യം ഇതൊരു സിംഗുലാർ സബ്ജക്റ്റ് അല്ല, ഇതൊരു പ്ലൂറലാണ്. ദേ എന്ന് വെച്ചാൽ അവർ. ഹീ ഷീയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു സിംഗുലാർ ആയിരുന്നു. ഇത് ദേ ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആർ യൂസ് ചെയ്തത്. അപ്പം നമുക്കിവിടെ ഈസോ ആമോ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആർ യൂസ് ചെയ്തു. ദേ ആർ. പിന്നെ എന്താ ഞാൻ എഴുതാൻ പോണേ? പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പം ഇവിടെ ഗോയുടെ കൂടെ നമ്മൾ എന്താണ് പഠിച്ചത്? വെർബ് പ്ലസ് ING എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രസൻറ്റ് കണ്ടിന്യൂസ് സ്ട്രക്ചറിൽ വെർബ് പ്ലസ് ING ഫോം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗോയുടെ കൂടെ ING യൂസ് ചെയ്യണം. അപ്പോൾ ആ ഒരു സ്ട്രക്ചർ ഞാനിവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഡൗട്ട് തോന്നുമായിരിക്കും. അപ്പോൾ ഞാൻ ആ സ്ട്രക്ചർ ഇവിടെ എഴുതാം, അപ്പോൾ മനസ്സിലാവും ക്ലിയർ ആയിട്ട്. അപ്പോൾ എങ്ങനെയാണ്? ആഫ്റ്റർ ഹാവിങ് ഫുഡ് ദേ ആർ ഗോയിങ് ടു ബൈ, വാങ്ങുക ബൈ, BUY. ദേ ആർ ഗോയിങ് ടു ബൈ എന്താണ്? ഡ്രസ്സുകൾ. ദേ ആർ ഗോയിങ് ടു ബൈ ഡ്രസ്സസ്. അപ്പം ഡ്രസ്സുകൾ എന്നുണ്ടായതാണ് ഞാൻ ഡ്രസ്സസ് എന്ന് എഴുതിയത്. അപ്പം ആഫ്റ്റർ ഹാവിങ് ഫുഡ് ദേ ആർ ഗോയിങ് ടു ബൈ ഡ്രസ്സസ്. അപ്പം ഞാൻ അതിൻ്റെ ഒരു സ്ട്രക്ചർ എഴുതിയേക്കാം. ഞാൻ തൊട്ട് മുമ്പത്തെ നമ്മൾ പഠിച്ചതാണ്. നമ്മൾ ഈ ഒരു കഥയിൽ തന്നെ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം ഞാൻ എന്നാലും നിങ്ങൾ എഴുതാം. സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ. അപ്പം ഞാൻ വേറൊരു
പേന എടുത്തിട്ട് എഴുതാം. അത് നല്ലതുപോലെ തെളിയുന്നില്ലായിരുന്നു. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING, ഒക്കെ കാണാമെന്ന് വിചാരിക്കണോ, പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പം ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ എഴുതിയത്. എഴുതിയതാ ദേ ആർ ഗോയിങ് ടു ബൈ ഡ്രസ്സസ് ഞാൻ എഴുതിയില്ലേ, അതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇവിടെ ഒബ്ജക്റ്റ് എന്നാണ് OBJECT എന്നാണ് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി സബ്ജക്റ്റിൻ്റെ കൂടെ എന്താ, സബ്ജക്റ്റ് ദേ ആണ്. സബ്ജക്റ്റിൻ്റെ കൂടെ ഈസ് കട്ട് ചെയ്ത് ഈസല്ല ആമല്ല നമ്മൾ എഴുതിയത്, നമ്മൾ ആറാണ് എഴുതിയത്. പിന്നെ നമ്മൾ നോക്കുക വെർബ് എന്ന് വെച്ചാൽ ഗോ ആണ്. ആ ഗോയുടെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പം ഈ ഒരു സ്ട്രക്ചർ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം ഇതാണ് ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ്. പിന്നെ ഒബ്ജക്റ്റ് പ്ലസ് ഒബ്ജക്റ്റ്, വെർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ് ആണ്. അപ്പം ഈ സെൻറ്റൻസ് ഈ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടാണ് ഞാനിത് എഴുതിയിരിക്കുന്നത്. അപ്പം എല്ലായിടത്തും നമ്മൾ ഈ സ്ട്രക്ചർ എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അറിയാം ദേ ആണെങ്കിൽ ആറായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് വെർബ് എന്ന് പറഞ്ഞാൽ ഗോ ആണ്, ഒരു പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആകും, പിന്നെ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പം ഈ സ്ട്രക്ചർ മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഓക്കെ, അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. ഭക്ഷണം കഴിച്ച ശേഷം അവർ ഡ്രസ്സുകൾ വാങ്ങാൻ പോവുകയാണ്. ആഫ്റ്റർ ഹാവിങ് ഫുഡ് ദേ ആർ ഗോയിങ് ടു ബൈ ഡ്രസ്സസ്. അപ്പം നമുക്ക് ഈ നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ഡ്രസ്സുകളുടെ വിഭാഗം മുകളിലെ നിലയിലാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വിഭാഗം സെക്ഷൻ. അപ്പം മുകളിലെ നില, മുകൾ നില നമുക്ക് എങ്ങനെയാണ് പറയുക? അപ്പർ ഫ്ലോർ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഡ്രസ്സുകളുടെ വിഭാഗം മുകളിലെ നിലയിലാണ്. അപ്പം നമുക്ക് എഴുതാം The dress section is on the upper floor. upper floor മുകളിലെ നില കേട്ടോ. അപ്പം the dress section is on the upper floor. ഡ്രസ്സുകളുടെ വിഭാഗം മുകളിലെ നിലയിലാണ്. നെക്സ്റ്റ് പോയിന്റ്, മുകളിലത്തെ നിലയിൽ എത്താൻ അവർ എസ്കലേറ്ററിൽ കയറണം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം മുകളിലത്തെ നില അപ്പർ ഫ്ലോർ, എത്തുക റീച്ച്, അവർ ദേ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മുകളിലത്തെ നിലയിലെത്താൻ അവർ എസ്കലേറ്ററിൽ കയറണം. അപ്പം നമുക്ക് എഴുതാം they need to take the escalator. ഇപ്പം എസ്കലേറ്ററിൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോ, ESCALATOR. They need to take the escalator. എന്തിനു വേണ്ടിയിട്ടാണ്? എവിടെ എത്താൻ വേണ്ടിയിട്ടാണ്? To reach the മുകളിലത്തെ നിലയിൽ, to reach the upper floor. അപ്പോൾ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയത്? They need to take the escalator to reach the upper floor. മുകളിലത്തെ നിലയിലെത്താൻ അവർ എസ്കലേറ്ററിൽ കയറണം. They need to take the escalator to reach the upper floor. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, നിഷയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇവിടെ പേടിക്ക് നമുക്ക് എങ്ങനെ പറയാം? സ്കെയർ എന്ന് പറയാം, ഫിയർ എന്ന് പറയാം, അഫ്രേഡ് എന്ന് പറയാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നിഷയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. അപ്പം നമുക്ക് എഴുതാം നിഷ ഈസ്, അപ്പം സ്കെയർ, ഞാനിവിടെ യൂസ് ചെയ്യണ വേർഡ് സ്കെയർ എന്നാണ്. നിഷ ഈ സ്കെയർ പേടി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഫിയർ, അഫ്രേഡൊക്കെ നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ നിഷ ഈ സ്കേഡ്, അപ്പോൾ നിഷ ഈസ് ഓൾറെഡി പേടിയാണ് നമുക്ക്. അപ്പോൾ നമുക്ക് നിഷ ഈ സ്കേഡ് to go on the escalator. Nisha is scared to go on the escalator. നിഷയ്ക്ക് എസ്കലേറ്ററിൽ കയറാൻ പേടിയാണ്. നിഷ ഈസ് scared to go on the escalator. അപ്പം നമുക്ക് ഒന്നിച്ച് ഒന്നും കൂടെ പറയാം. നിഷ ഈസ് scared to go on the escalator.